ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 76. ഹരക്രോധജ്വാലാവലിഭിരവലീഢേന വപുഷാ ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജഃ സമുത്തസ്തൗ തസ്മാത് അചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അല്ലയോ ജഗന്മാതാവായ പാർവതി, ശ്രീ മഹാദേവൻ്റെ കോപാഗ്നിയുടെ ജ്വാലാസമൂഹം വ്യാപിച്ച ശരീരം രക്ഷിക്കുവാനായിക്കൊണ്ട് മന്മഥൻ നിന്തിരുവടിയുടെ ആഴമുള്ളതായ നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ ആ സരസിൽ നിന്നും ഉയർന്നു വന്ന പുകക്കൂട്ടമാണ് നിന്തിരുവടിയുടെ രോമാവലിയെന്ന് ജനങ്ങൾ വ്യവഹരിക്കുന്നു. നിന്തിരുവടിയുടെ നാഭീപ്രദേശത്തെ ആഴമുള്ള സരസ്സായും രോമാവലികളെ ആ സരസിൽ മുങ്ങിയ മന്മഥൻ്റെ ശരീരത്തിൽ നിന്നും പൊങ്ങിയ പുകക്കൂട്ടമാണെന്നും വിവിധങ്ങളായ അലങ്കാരഭാവേന പറയുകയാണിവിടെ. ഹരക്രോധജ്വാലാവലിഭിരവലീഢേന വപുഷാ ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജഃ സമുത്തസ്തൗ തസ്മാദ് അചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. ശ്ലോകം 77. യദേതത് കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. യദേതത് കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. അല്ലയോ സർവമംഗളയായ ജഗജ്ജനനി, കാളിന്ദീ നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരമാലകൾ പോലെ ആകൃതിയാർന്ന രോമാവലി രൂപമായ ഏതോ ഒന്ന് നിന്തിരുവടിയുടെ കൃശമായ മധ്യപ്രദേശത്തിൽ ഭക്തന്മാർക്കായിക്കൊണ്ട് പ്രകാശിച്ചു ശോഭിക്കുന്നുവോ അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഇവിടെ. ഈ നീല നിറമാർന്ന ഇരുണ്ട രോമാവലി ശ്രീദേവിയുടെ കുജകലശങ്ങളുടെ അന്യോന്യ സമ്മർദ്ദത്താൽ ആകാശരൂപേണ, അതായത് നീല നിറമാർന്ന ദ്രവദ്രവ്യം പോലെ കീഴ്പോട്ടൊഴുകി നാഭീകുഹരത്തിൽ അതിസൂക്ഷ്മമായി ഭവിച്ചു പതിക്കുന്നതായി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. യദേതത് കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. ശ്ലോകം 78. സ്ഥിരോ ഗംഗാവർത്തഃ സ്തനമുകുളരോമാവലിലതാ കലാവാലം കുണ്ഡം കുസുമശരതേജോഹുതഭുജഃ
रतेर्लीलागारं किमपि तव नाभिर्गिरिसुते बिलद्वारं सिद्धेः गिरिशनयनानां विजयते स्थिरो गङ्गावर्तः स्तनमुकुलरोमावलिलता कलावालं कुण्डं कुसुमशरतेजोहुदभुजः रतेर्लीलागारं किमपि तव नाभिर्गिरिसुते बिलद्वारं सिद्धेः गिरिशनयनानां विजयते. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു, നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയി. അത് തന്നെയാണ് ഈ ശ്ലോകത്തിലും അലങ്കാരമാകുന്നത്. ശ്രീദേവിയുടെ നാഭീപ്രദേശത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ് ഇവിടെ. ലോകമാതാവായ നിന്തിരുവടിയുടെ നാഭീപ്രദേശം മഹാപരിശുദ്ധമാകയാൽ ഗംഗാനദിയിലെ സ്ഥിരമായ ചുഴിയായും സ്തനങ്ങളാകുന്ന മുട്ടുകളോടുകൂടിയ രോമാവലിയാകുന്ന ലതയുടെ അധോഭാഗത്തെ തടമായും വർണ്ണിക്കുന്നു. ലാവണ്യാതിശയത്താൽ പൂബാണൻ്റെ പ്രതാപാഗ്നി വസിക്കുന്ന കുണ്ഡമായും രതീദേവിയുടെ കേളീഗൃഹമായും വർണ്ണിക്കുന്നു. അല്ലയോ പാർവതി, നിന്തിരുവടിയുടെ നാഭീപ്രദേശം സദാശിവനേത്രങ്ങളുടെ തപസ്സിദ്ധിക്ക് ഗുഹാദ്വാരമായും സദാശിവനേത്രങ്ങൾക്ക് പരമാനന്ദത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവ ചെയ്ത തപഫലം വെളിയിൽ വരുന്ന വഴിയെന്നും വർണ്ണിച്ചിരിക്കുന്നു. സ്ഥിരോ ഗംഗാവർത്തഃ സ്തനമുകുളരോമാവലിലതാ കലാവാലം കുണ്ഡം കുസുമശരതേജോഹുദഭുജഃ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേഃ ഗിരിശനയനാനാം വിജയത്തെ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.